എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ നിന്നാണ്. 5-ാം വാക്യം ഞാൻ വായിക്കുന്നു, ശ്രദ്ധിക്കൂ. ദാസന്മാരെ ജഡപ്രകാരം യജമാനന്മാരായുള്ളവരെ ക്രിസ്തുവിനെന്ന പോലെ ഹൃദയത്തിൻ്റെ ഏകാഗ്രതയിൽ ഭയത്തോടും വിറയലോടും കൂടെ അനുസരിപ്പിൻ. അടുത്ത വാചകം വായിക്കോ സോളി. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയോ? ഇവർ ഈ യജമാനന്മാർ വരുമ്പോൾ എല്ലാം ശരി സാർ എന്ന് കാണിക്കുന്നവരായിരിക്കും. പക്ഷെ അവിടെ മാറിക്കഴിഞ്ഞാൽ അങ്ങനെ വന്നിരിക്കുന്നത് എവിടെയാന്ന് പറയും. ഈ ദൃഷ്ടി സേവയാൽ സേവിക്കുന്ന ആളുകളുണ്ട്. സത്യത്തിൽ നമ്മൾ ഈ ആളുകൾ വരുമ്പോൾ റെഡി ആയിട്ടിരിക്കുന്ന ആളുകളില്ലേ, അവർ വേദപുസ്തകത്തിന്റെ ഭാഷയെ കള്ളന്മാരാണ്. ഞാനൊന്നും കൂടെ പറയട്ടെ. യജമാനൻ വരുമ്പോൾ, നിങ്ങളുടെ പാസ്റ്റർ വരുമ്പോൾ എല്ലാം ശരിയാണ്. യജമാനൻ വരുമ്പോൾ എല്ലാം ശരിയാണ്. പാസ്റ്റർ യജമാനൻ എല്ലാം തലതിരിച്ചു വെക്കുന്ന ആളുകളില്ലേ, ദേ ആർ നോട്ട് റൈറ്റ് ദ പീപ്പിൾ. കർത്താവ് പറയുന്നത് കണ്ടോ, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന പോലെയല്ല, ദൃഷ്ടി സേവയാലല്ല, ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവ ഇഷ്ടം മനസ്സോടെ ചെയ്തും. അടുത്ത വാചകം, മനുഷ്യരെയല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചും കൊണ്ട്. അപ്പൊ നമ്മള് ഏതെങ്കിലും കടയിൽ ജോലിക്ക് നിൽക്കുന്ന ആളാണ് എങ്കിൽ നിങ്ങൾ എങ്ങനെ സേവിക്കണം? ദൈവത്തെ സേവിക്കുന്ന പോലെ ചെയ്യണം. നിങ്ങളൊരു പാസ്റ്ററിന്റെ കൂടെ നിൽക്കുന്ന ആളാണെങ്കിൽ എങ്ങനെ ചെയ്യണം? ദൈവത്തെ സേവിക്കുന്ന പോലെ ചെയ്യണം. ഇത് നമുക്ക് തലയിലില്ല കണ്ടോ. ഇത് നമ്മളിങ്ങനെ പറഞ്ഞാൽ തന്നെ ആളുകൾ പറയും, ദൈവത്തെ സേവിക്കുന്ന പോലെ ഞാൻ അയാളെ സേവിക്കണോ? എഴുതിയിരിക്കുകയാണ്, കർത്താവിനെ പോലെ മനുഷ്യരെയല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചുകൊണ്ട് അനുസരിപ്പൻ എന്ന് പറഞ്ഞാൽ ആരെ പോലെ ചെയ്യണം? ദൈവത്തെ സേവിക്കുന്നത് പോലെ തന്നെ തൻ്റെ യജമാനനെ സേവിക്കണം എന്ന് എഴുതിയിരിക്കുന്നത്. ഇറ്റ്സ് എ ഗ്രേറ്റ് വേർഡ്. സോ സൗരങ്ങളെ, ഇന്ന് നമുക്കൊരു തീരുമാനം എടുക്കാം. എൻ്റെ യജമാനനോട് ഞാൻ എങ്ങനെയായിരിക്കും? എൻ്റെ പാസ്റ്ററോട് ഞാൻ എങ്ങനെയായിരിക്കും? എൻ്റെ മുകളിലുള്ള ശുശ്രൂഷകനോട് ഞാൻ എങ്ങനെയായിരിക്കും? നമുക്കൊരു തീരുമാനം എടുക്കാം. ആ തീരുമാനം എങ്ങനെയായിരിക്കട്ടെ? അത് മനുഷ്യരുടെ ദൃഷ്ടിയിൽ കാണിക്കുന്ന മേളങ്ങളായിരിക്കത്തില്ല, പകരം ആത്മാർത്ഥതയിൽ നിന്ന് ഞാൻ ചെയ്യും. എൻ്റെ ജീവിതത്തിലെ ആത്മാർത്ഥതയിൽ നിന്ന് ഞാൻ പ്രവർത്തിക്കും. അതായിരിക്കട്ടെ നിങ്ങളുടെ തീരുമാനം. ചില ആളുകൾ എന്നോട് പറയാറുണ്ട്, എനിക്ക് മാത്രം ആത്മാർത്ഥത ഉണ്ടായിട്ട് കാര്യമൊന്നും, മറ്റവനുണ്ടോ? മറ്റവനെ നോക്കണമെന്ന് ബൈബിൾ പറഞ്ഞിട്ടില്ല. യജമാനെ നോക്കാനും കർത്താവിനെ നോക്കാനോ പറഞ്ഞു. മറ്റവനെ നമ്മൾ നോക്കണ്ട, അയാൾ ശരിയാവട്ടെ, അപ്പൊ ഞാൻ ശരിയാവാം. ആ രണ്ടുപേരും ശരിയില്ലാത്ത ആളുകളാണ്. നമുക്ക് കർത്താവിനെ സേവിക്കുന്നത് മനുഷ്യദൃഷ്ടിയിലാകണ്ട, കർത്താവിനുള്ള ബന്ധത്തിലാകാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.